ഗായ്സ്, ഇത് നല്ല വടിയരിയാണ് കേട്ടോ, വടിയരി. അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. എന്നിട്ട് അരിയൊക്കെ എടുത്ത് കളഞ്ഞ് 2 പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കടുകും ഇനി ഇച്ചിരി കൊച്ചു ജീരകമൊക്കെ ഇടും. ഇതിനകത്ത് കുറച്ച് സവാളയും ക്യാരറ്റും പിന്നെ ഇഞ്ചി ഉണ്ടായിരുന്നു ഗൈസ്. ഇഞ്ചി ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇഞ്ചി ഞാൻ ചുരണ്ടി ചേർത്തായിരുന്നു. അതാണ്ടായിരിക്കുന്നത് ചുരണ്ടിയതാ. ഇഞ്ചി 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 ശകലം. എനിക്ക് എരിക്കും ഇഞ്ചി എനിക്ക് പേടിയാണ്, ഇഞ്ചിയുടെ എരി. എന്നിട്ട് ഇത് ഓൾറെഡി നനച്ച് വെച്ചിരുന്നേ, ഉപ്പിട്ട് നനച്ച് വെച്ചിരുന്നതാണ്. പിന്നെ എൻ്റെ പുട്ടിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ പുഴുങ്ങലരി കൊണ്ടുണ്ടാക്കുന്ന പുട്ടായതുകൊണ്ട് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് പൊടിച്ചതിന് ശേഷം പുട്ട് നമ്മളങ്ങ് നനച്ചാൽ മതി. സാധാരണ നനച്ചിട്ട് ആവി കയറ്റിയാൽ മതി. അല്ലാതെ വീണ്ടും അതെടുത്ത് നമ്മൾ വറുത്ത് അങ്ങനെയൊന്നും ചെയ്യണ്ട. ഓൾറെഡി അത് പുഴുങ്ങിയ അരിയാണ്. അപ്പോൾ ഇതിനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് ഇന്ന് പുട്ട് കുറ്റിയിലൊന്നുമല്ല ഗൈസ്, അരിവാറ്റയ്ക്കകത്തോട്ട് വാഴയിലയില്ല ഗൈസ്, വാഴയിലയില്ല വെക്കാൻ. അതുകൊണ്ട് ഇതാ അരിവാറ്റയുണ്ട്. അരിവാറ്റ എടുത്ത് വെച്ചിട്ട് ഈ ഇഞ്ചിയുടെയൊക്കെ മണമുണ്ടല്ലോ ഗൈസ്, വല്ലാത്ത മണമാണ്. അരിവാറ്റയിലൊരു എന്തിനിടുന്നത് നല്ലതാണ്, ഈ ഇലയുണ്ടല്ലോ. ഇപ്പം രാത്രിയായി ഗൈസ്, സംഭവം രാത്രി ഒരുപാടങ്ങ് ഇരുട്ടി. അപ്പം ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഇലയൊന്നും ഇല്ലാതെ തന്നെ അങ്ങ് വെക്കുവാണ് ഗൈസ്. ഒന്നീ വാഴയില വെക്കണം. ഇതിനകത്ത് ഇച്ചിരി കടുകിട്ടിട്ടുണ്ട് ഗൈസ്, കടുക് ചതച്ചത് ശകലം. ഇത് നമുക്ക് കറിയില്ലാതെ കഴിക്കാം. ഇത് വെറും ഒരു ചായ ഗ്ലാസ്, 2 കൊച്ചി ചായ ഗ്ലാസ്, 2 ചായ ഗ്ലാസ്സിനിട്ട അരിയാണ് ഇത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇച്ചിരി കൊച്ചി ജീരകവും വലിയ ജീരകവും പൊടിച്ചതും കൂടി ഇടാം. കൊച്ചി ജീരകവും വലിയ ജീരകവും കൂടെ പൊടിച്ച പൊടിയാണ്. അത് ഈ മുകളിൽ തന്നെ ഇട്ടിരുന്നാൽ മതി, അതിന് കുഴപ്പമൊന്നുമില്ല. അതങ്ങ് വെന്തോളും. വേവുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുമല്ലോ ഇടയ്ക്കിടയ്ക്ക്, അപ്പോഴതങ്ങ് പിടിച്ചോളും ഗൈസ്. നല്ലോണം ഇരുന്ന് വേവട്ടെ ഗൈസ്. അടച്ചു വെക്കും കേട്ടോ ഗൈസ്. നമ്മുടെ പുട്ടന്നിങ്ങനെ ശരിയായോ നോക്കട്ടെ ഗൈസ്. ഒരുപാട് ലേറ്റായിട്ടാണ് ഇത് ചെയ്യുന്നത്. അടച്ചു വെച്ചിട്ട് കണ്ടോ. ഇവിടെ മണമെന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചിയും പച്ചമുളകും സവാളയും, എൻ്റെ പൊന്നോ, പെരുംജീരകം, കൊച്ചി ജീരകം, ഇതിൻ്റെയൊക്കെ മണമെന്ന് വെച്ചാലുണ്ടല്ലോ അസാധ്യ മണമാണ് ഗൈസ്. അടുത്തോട്ട് കാണിച്ചാൽ ഭയങ്കര പുകയാണ്. അപ്പോൾ ഗൈസ് ഓക്കെ, ഇതെല്ലാം വെന്തു. വേഗത്തിലൊരു പുട്ടുണ്ടാക്കണമെങ്കിൽ അരി നനച്ച് പൊടിച്ചങ്ങ് വെച്ച് ഇതങ്ങ് ചെയ്യാം ഗൈസ്. ബൈ ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്.